നമസ്കാരം. പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകുന്നതിനും കൂടാതെ ഏപ്രിൽ മാസം മുതലുള്ളവ ഈ മാസം അവസാനം തന്നെ നൽകുന്നതിനുമായി സഹകരണ ബാങ്ക് വായ്പയും കേന്ദ്ര അനുവാദത്തോടെ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുക്കലിനുമെല്ലാം നടപടിയെടുക്കുകയാണ് സർക്കാർ. ഇതോടൊപ്പം തന്നെ വിഷുവിന് മുൻപ് വിതരണം തുടങ്ങിയ 3200 രൂപ പെൻഷൻ പൂർണ്ണമായി ലഭിക്കാത്തവർക്ക് വേണ്ടിയുള്ള നടപടികളും ആരംഭിച്ചു. ഒക്ടോബർ നവംബർ മാസത്തെ 3200 രൂപ ലഭിക്കാത്തവർക്ക് ഇന്നു മുതൽ വീണ്ടും വിതരണം ആരംഭിച്ചിട്ടുണ്ട്. കൂടെ കൈകളിലേക്കുള്ള വിതരണവും സജീവമായി നടക്കുന്നുണ്ട്. 3200 രൂപയാണ് 2 മാസത്തെ പെൻഷനായി ലഭിക്കേണ്ടത്. എന്നാൽ ചിലർക്ക് കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തി പെൻഷൻ ലഭിക്കുന്ന 6,28,000 പേർക്ക് സംസ്ഥാന വിഹിതം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. സാങ്കേതിക തകരാറാണ് തുക ലഭിക്കാതിരിക്കാൻ കാരണമായി കേന്ദ്രം നൽകിയ വിശദീകരണം. വാർദ്ധക്യ, വിധവ, ഭിന്നശേഷി പെൻഷനുകൾക്ക് 200, 300, 500 എന്നിങ്ങനെയാണ് 6,88,000 പേർക്ക് കേന്ദ്ര സഹായം നൽകുന്നത്. സാങ്കേതിക തടസ്സം ഉടനെ പരിഹരിക്കുമെന്നും കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.